वादिनी ज्ञान की देवी अपनी दया बरसा देना। मेरे सर पे हाथ धरो माँ, ज्ञान की ज्योति जगा देना, ज्ञान की ज्योति जगा देना। वीणा वादिनी ज्ञान की देवी अपनी दया बरसा देना। मेरे सिर पे हाथ धरो माँ, ज्ञान की ज्योति जगा देना, ज्ञान की ज्योति जगा देना। നല്ലൊരു കൂട്ടായ്മയാണ്. നൃത്തവും ഗാനവും ആസ്വദിക്കാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ തുടങ്ങുന്നതാണ്. പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ് ഗാനവും നൃത്തവും ഒക്കെ. നമ്മൾ പ്രകൃതിയുടെ ഓരോ അനക്കവും ശ്രദ്ധിച്ചാൽ, നമ്മൾ അതിലേക്ക് ലയിച്ച് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഇലകളുടെ നൃത്തം, കാറ്റ് ചെടികളിലൂടെ പോകുമ്പോഴുള്ള ഗാനം, മുഴക്കാടുകളിലുള്ള ഗാനം, പിന്നെ ചിത്രശലഭങ്ങളുടെ ചിറകടി നൃത്തം, പക്ഷികളുടെ ഗാനങ്ങൾ, അങ്ങനെ ഒരുപാട് ഗാനവും നൃത്തവും അവിടെ നിന്ന് തുടങ്ങി നമ്മുടെ എല്ലാ കാര്യവും, താരാട്ട് പാട്ട് തൊട്ട് ഭജനകൾ വരെ എന്താണ് നമ്മുടെ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് വരെ നമ്മൾ പാട്ടിലൂടെയാണ്. അതുപോലെ ശിവതാണ്ഡവം, പലതരത്തിലുള്ള ദേവന്മാരുടെ ദേവികളുടെ ഗണപതി തന്നെ സന്തോഷം വരുമ്പോൾ വയറൊക്കെ നിറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളലുണ്ട്. അപ്പൊ അത് തന്നെ ഒരു നൃത്തമാണ്. സന്തോഷം വരുമ്പോൾ നൃത്തം വയ്ക്കുന്നു, പ്രണയം വരുമ്പോൾ നൃത്തം. നമ്മുടെ രാസലീല എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ നൃത്തമുള്ള നൃത്തമാണ്. അങ്ങനെയുള്ള ഗീതാഗോവിന്ദം പാട്ട്, ഇത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ജനനം തൊട്ട് മരണം വരെ നമ്മളെ ആസ്വദിപ്പിക്കുന്ന, ഉല്ലാസിപ്പിക്കുന്ന ഒരു തരത്തിലൂടെ മറ്റൊരു തരത്തിൽ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന കൂട്ടായ്മയ്ക്ക് ഉതകുന്ന ഒരു വളരെ നല്ലൊരു ആസ്വാദന രീതിയാണ്. എൻ്റെ അമ്മയുടെ കുടുംബത്തില്, ഗീത എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ബന്ധമാണ്. അപ്പൊ എൻ്റെ അമ്മയുടെ, ഞങ്ങളുടെ മാട്രിയാർക്കൽ ഫാമിലിയിലൊക്കെ പറയുന്നത് പോലെ അമ്മയുടെ കുടുംബവുമായിട്ടാണ് കുറച്ചുകൂടെ അടുത്ത വർക്ക് ചെയ്യുന്നത്. അവിടെ കോവിലുള്ള എന്ന് പറയുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ. അപ്പൊ അതിനകത്ത് തന്നെ ഒരു കൊച്ചു കുടുംബമാണ്. ഭാഗീരഥി അമ്മൂമ്മയുടെ മക്കളെല്ലാവരും കൂടെ. ഭാഗീരഥി അമ്മ അമ്മയുടെ അമ്മ. ഞങ്ങളുടെ ഭാഗീരഥീയം എന്നൊക്കെ പേരിട്ട് ഞങ്ങൾ ഒരു കൊച്ചു കുടുംബ സംഗമമുണ്ട്, ചെറിയ കുടുംബ സംഗമം. ഞങ്ങളത് എല്ലാ 3 മാസം കൂടുമ്പോഴും കൂടുന്നത് PPP എന്നുള്ള പേരിട്ടാണ് കൂടുന്നത്. അതിനകത്ത് തുടങ്ങാൻ കാരണം പാട്ടുണ്ട്, പിന്നെ ഉള്ള ഒരു മുഖ്യ ഘടകം പഴംപൊരിയാണ്. അപ്പൊ അതുകൊണ്ട് പാട്ടും പഴംപൊരിയും എന്ന് വെച്ച് തുടങ്ങി PPP എന്ന് പേരിട്ട് ഞങ്ങള് എല്ലാ 2 മാസം 3 മാസം കൊടുത്ത് ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു PPP സംഗമം നടത്തും. അപ്പൊ അതിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് പാട്ടാണ്. ശാസ്ത്രത്തിൽ ആർട്ടിക്കിൽ താമസിക്കുന്ന ദേവിയുണ്ട്, ദേവി ഡോക്ടർ രവികുമാറിന്റെ വൈഫ്. ഗീതയ്ക്ക് അറിയാം നല്ലതുപോലെ. അപ്പൊ ദേവി നല്ലപോലെ പാടി, ദേവിയുടെ ബ്രദേഴ്സും ഒക്കെ പാടും. ഇവരൊക്കെ ചെറുപ്പകാലം തൊട്ട് പാട്ട് പഠിച്ചവരാണ് ശാസ്ത്രീയമായിട്ട്. അപ്പൊ ആ ഒരു കൂട്ടത്തിൽ വെച്ചിട്ട് പടിപാട്ട് പാടാത്ത ഒരു കഴുതയുണ്ടോ ഭാര്യ എന്ന് പറയുന്നത് പോലെ ഞാനും പാടാറുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ പാടുന്ന ആളല്ല. ഒരു ചിലപ്പോ വിചാരിക്കും ഇങ്ങനെ പാടും എന്ന് പറയുമ്പോഴും എനിക്ക് പാടാൻ ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, അല്ലാതെ പാടി ശീലമുള്ള വ്യക്തിയല്ല. കൂടാതെ പാട്ടെന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ നിരന്തരം സാധകം തന്നെ പാടിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ കലോക്കിയൊക്കെ വെച്ചിട്ടാണെങ്കിൽ പോലും പാടിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാലേ അതിന്റെ ഒരു രീതി വരുള്ളൂ. ഇപ്പൊ നിങ്ങളിപ്പോ ഇന്നത്തെ തന്നെ ചാകര എന്നുള്ള പാട്ട് വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. പക്ഷെ റിഹേഴ്സൽ നിങ്ങൾക്ക് കാര്യക്ഷമമായിട്ട് നടത്താൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം 2 റിഹേഴ്സൽ നടത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ശബ്ദമില്ലാതെ നന്നായിട്ട് പാടും. അപ്പൊ ആ മ്യൂസിക് അനുസരിച്ച് നിങ്ങൾ 2 റിഹേഴ്സൽ നടത്തിയിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് പാടാം. പക്ഷെ അതല്ല ഇവിടുത്തെ ഉദ്ദേശം, നമ്മൾ പാട്ടിലെ ഗംഭീരമാക്കുക എന്നുള്ളതിലുപരിയായിട്ട് എല്ലാവരും കൂടി ചേർന്ന് ആസ്വദിക്കുക. ഇപ്പം നീലാഞ്ജലി എന്ന് പറയുന്ന ഈ ഒരു പാട്ടിന്റെ ഗ്രൂപ്പ് ഇനി നാൾക്കുനാൾ ഒരുപാട് അംഗങ്ങളുമായിട്ട് ചേർന്ന് വളരട്ടെ, നല്ല രീതിയിൽ മുന്നേറട്ടെ, എല്ലാവർക്കും സന്തോഷം തരുന്ന നല്ല നല്ല ഒരുപാട് ഗായികമാരും ഗായകന്മാരും പുതിയ കുട്ടികളും ഒക്കെ ഇവിടെ ഉണ്ടാവട്ടെ. നല്ല രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കട്ടെ. ഈ ഒരു പുതുവർഷം
എല്ലാവർക്കും പ്രത്യേകത നിറഞ്ഞ നന്മ നിറഞ്ഞ ഒരു പുതുവർഷമായിരിക്കട്ടെ. വളരെ നല്ല വർഷമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ചൈനീസ് കലണ്ടർ വെച്ചിട്ട് ഇയർ ഓഫ് ദ ഫയർ ഹോഴ്സ് എന്നാണ് പറയുന്നത്. അതായത് അഗ്നിയും കുതിരയും കൂടെ ഒന്നിച്ച് ചേരുന്ന ഒരു വർഷമാണ്. അപ്പൊ അഗ്നി എന്ന് പറയുന്നത് ഏറ്റവും ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു കാര്യം, അഗ്നി ശുദ്ധം. അപ്പൊ ആ ശുദ്ധതയും പിന്നെ കുതിര എന്ന് പറയുന്നത് മുന്നോട്ടുള്ള ഒരു കുതിപ്പാണ്. അപ്പൊ എല്ലാത്തിൻ്റെയും നിന്നും മാറി മുന്നോട്ട് കുതിക്കുന്ന ഒരു വർഷം. കൂടാതെ എല്ലാ നമ്പറും ന്യൂമറോളജി വെച്ച് കൂട്ടി നോക്കുമ്പോൾ നമ്പർ 1 ആണ്. അത് പുതിയ ഒരു തുടക്കം കുറിക്കുന്ന ഒരു വർഷമാണ്. അപ്പൊ അങ്ങനെ രണ്ട് കാര്യങ്ങളിലും നോക്കിക്കഴിഞ്ഞാലും എല്ലാം കൊണ്ട് നല്ലൊരു വർഷമായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പൊ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി, എല്ലാ ദേഷ്യവും വിദ്വേഷവും എല്ലാ പ്രശ്നങ്ങളും മാറി നല്ല അഭിവൃദ്ധി നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ സന്തോഷവും ദൈവാനുഗ്രഹവും ഒക്കെ ഒരുപാടുള്ള ഒരു വർഷമായി ഇരിക്കട്ടെ 2026. ഗീതാഞ്ജലിക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടാവട്ടെ. ഗീതയ്ക്ക് ചേട്ടനും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും അതുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും.